ഹല്ലേലൂയ. കർത്താവിൽ അത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്നും ജീവിക്കുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ എല്ലാവരെയും തിരുവചന ധ്യാനത്തിലേക്ക് വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പെന്തക്കോസ്തി കഴിഞ്ഞു. സ്ലീഹന്മാർ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ അവർ ദൈവവേല ചെയ്യുകയാണ്. എന്തുമാത്രം പ്രശ്നങ്ങളാണ്, തടസ്സങ്ങളാണ് അവരുടെ ജീവിതത്തിൽ. തളർന്നു പോകാതെ വിപ്ലവകരമായ വിശ്വാസത്തിൻ്റെ ഉടമകളായി ആർക്കും തകർക്കാൻ പറ്റാത്ത വിധത്തിൽ വിശ്വാസവരമുള്ളവരായി അവർ ആത്മാക്കളെ നേടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അത്ഭുതകരമായി ജയിലിൽ നിന്നൊക്കെ അവരെ വിടുവിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കാൻ ഇന്നത്തെ വചനക്കേൾവി മുഖാന്തരമായി തീരട്ടെ. ഇന്ന് വചനം പങ്കുവയ്ക്കുന്നത് എത്രയും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് തോമസ് സാറാണ്. നമുക്ക് തോമസ് സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് മാത്രം പ്രിയ സാറിലൂടെ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ നല്ല ആവശ്യങ്ങൾ സ്വർഗം കണ്ട് തൊട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കുഞ്ഞിനെ ദൈവം ദാനമായി നൽകിയിട്ടുണ്ട്. കുടുംബമായി ഒന്ന് ധ്യാനം കൂടാൻ അവർക്ക് ആഗ്രഹമുണ്ട്. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞിനെയും കൂടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടട്ടെ. ഇന്ന് വരെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്ത എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ധ്യാനകേന്ദ്രം ദാനമായി തന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ധ്യാനകേന്ദ്രത്തെ വിവിധ നിലകളിൽ സഹായിച്ചിട്ടുള്ള എല്ലാ മക്കളെയും അളവില്ലാതെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. രോഗികളായി ആസ്പത്രികളിൽ കഴിയുന്നവരെ അവിടുന്ന് തൊടണമപ്പാ. വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ കരം വയ്ക്കണമേ. ഹല്ലേലൂയ. ആന്തരിക സൗഖ്യ ധ്യാനം ജൂൺ മാസം 5-ാം തീയതി ആരംഭിച്ച് 8-ാം തീയതി അവസാനിക്കുന്നു. എല്ലാവരെയും ആ ധ്യാനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ശനിയാഴ്ചകളിൽ ധ്യാനമുണ്ട്, നിങ്ങൾക്കറിയാം. അതുപോലെ ഓൺലൈൻ ധ്യാനങ്ങളിലേക്കെല്ലാം യേശുനാമത്തിൽ വളരെ വിനയത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കീഴിലും സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഓൺലൈനായി ചെയ്തു വരുന്ന തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് കാരുണ്യവാനും സ്നേഹസ്വരൂപനും കരുണാമയനുമായ കർത്താവിൻ്റെ നാമത്തിലെ ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ഈ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ അവസരം തന്ന, പ്രാപ്തി തന്ന കാരുണ്യവാനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് കടന്നു വരട്ടെ. ശാശ്വതമാമൻ ജീവിതമോ അല്ലി ഭൂമിയിൽ ഓതലേ ഞാനും അന്യനല്ലോ യാത്ര ചെയ്യൂ. ശാശ്വതമാമൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ ഭൂതലേ ഞാനും അന്യനല്ലോ യാത്ര ചെയ്യൂ.
എവിടെയോ കേട്ടുമറന്ന ഒരു ഗാനശകലമാണിത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ അവസാനം 6 അടി മണ്ണിലേക്ക് നാം ചേർക്കപ്പെടുന്നത് വരെയുമുള്ള പ്രയാണം, അവിടെ ഒരു യാത്രയാണ്. നാം ഒരു യാത്രക്കാരനാണ്, ഒരു താൽക്കാലികമായ പാർപ്പിടത്തിൽ അധിവസിക്കുന്നവനാണ്. എന്നാൽ ഇന്നത്തെ ഈ ലോകത്തിലേക്ക് ഞാനും നിങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഹൃദയഭേദകമായ വാർത്തകളാണ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ദിവസം മാധ്യമം കയ്യിലെടുത്തപ്പോൾ കണ്ട വാർത്ത തന്നെ ഞെട്ടിപ്പോയി. ജനിച്ച് 3 മണിക്കൂറുകൾ മാത്രം പ്രായമായ ഒരു ആൺകുഞ്ഞിനെ അമ്മ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞെടുത്ത് ഫ്ലാറ്റിൻ്റെ 2ാം നിലയിൽ നിന്നും വിജനപ്രദേശത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടുത്തെ കമ്പിയിൽ തട്ടി റോഡരികിൽ വീണു. എത്രയോ ദയനീയമായ, എത്രയോ ക്രൂരമായ, എത്രയോ നിന്ദ്യമായ ഒരു പ്രവൃത്തി. ഇത് ഇന്ന് ലോകത്തിൽ നടനമാടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. മാതാപിതാക്കന്മാർ മക്കളെ ഇല്ലായ്മ ചെയ്യുന്നു, മക്കൾ മാതാപിതാക്കന്മാർ മേൽ ആക്രമിക്കുന്നു, അവരെ ഇല്ലായ്മ ചെയ്യുന്നു, കൊല ചെയ്യുന്നു. ഭാര്യ ഭർത്താവിനെ ഇല്ലാതാക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഇല്ലാതാക്കുന്നു. കാമുകൻ കാമുകിയെ കൊല്ലുന്നു, കാമുകി കാമുകനെ കൊല്ലുന്നു. എവിടെയും അരിഷ്ഠിതാവസ്ഥയുടെ ഒരു ലോകം. പ്രകൃതി തന്നെ അതിൻ്റെ സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. ഉഷ്ണവായു പ്രവാഹം കൊണ്ട് മനുഷ്യൻ നട്ടം തിരിയുകയാണ്. കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ മനുഷ്യൻ എന്തു ചെയ്യേണ്ടുന്നു എന്നറിയാതെ നട്ടം തിരിയും. ഈ കാലഘട്ടത്തിൽ ഒരു ചോദ്യം നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു: നാം എന്ത് ചെയ്യണം? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു: ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീനെന്ന്. ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പ്രയാണം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ജനം വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയില് ചെങ്കടലിന് മുന്നേ എത്തിയപ്പോൾ ചെങ്കടൽ കടക്കുക എന്നൊരു വലിയ പ്രതിബന്ധമുണ്ടായി. ഈ സമയത്ത് ഫറവോ രാജാവിൻ്റെ സൈന്യങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് മുന്നിൽ പ്രതിബന്ധമായി ചെങ്കടൽ, കാലിൻ്റെ അടിയിൽ എരിഞ്ഞു കത്തുന്ന മണൽ. എന്തു ചെയ്യണമെന്നറിയാതെ മോശയോട് പിറുപിറുക്കുന്ന ജനത്തോട് മോശ പറയുന്നതാണ്: ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. ചെങ്കടൽ തീരമതിൽ തൻദാസ കേണതുപോൽ ചങ്കിനു നേരെ വരും, വൻഭാരം മാറിപ്പോകും. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോടു കൂടെയൊന്നും ഞാനുണ്ട് അന്ത്യം വരെ. അവസാനം വരെയും എന്നോടും നിന്നോടും കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ദൈവത്തിൽ ഉറച്ചു വിശ്വസിപ്പീൻ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ലോകത്തിൽ ഈ മ്ലേച്ഛതകളുടെ വേലിയേറ്റത്തിന്, ഈ തിരമാലകൾക്ക് കാരണമെന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധം വേർപെട്ടുപോയി, അറ്റുപോയി എന്നതാണ്. നാം വായിക്കുമ്പോൾ പല ഭാഗത്തും കാണുന്നുണ്ട്. അതായത് ഇപ്രകാരം നാം വായിക്കുന്നു: സജ്ജന സമ്പർക്കം ഒരു മനുഷ്യനെ നല്ലവനാക്കും. നല്ലവനുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഒരുവൻ നല്ലവനാവും.
അതാ നമ്മളൊക്കെ പറയാറുള്ളത്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നതുപോലെ ദൈവവുമായിട്ടുള്ള സംസർഗം, ദൈവവുമായിട്ടുള്ള കൂടിച്ചേരൽ, ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു മനുഷ്യനെ നല്ലവനാക്കും, അവനെ പരിശുദ്ധനാക്കും. ഈ ഒരു വസ്തുത നമുക്ക് തിരിച്ചറിയണമെങ്കിൽ കാൽവറിയിലേക്ക് നോക്കിയാൽ മതി. കാൽവറിയിൽ കർത്താവ് 2 കള്ളന്മാർക്ക് മധ്യേ കുരിശിക്കപ്പെട്ടു. എന്നാൽ ഈ 2 കള്ളന്മാരിൽ ഒരുവൻ കർത്താവിൻ്റെ പ്രവർത്തികളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ആ മുഖത്ത് കണ്ട ആ പ്രകാശം, അപ്രശോഭ, ആ കർത്താവിൽ കണ്ട സ്നേഹം, കർത്താവിൽ കണ്ട എളിമ, കർത്താവിൽ കണ്ട വിനയം അവനെ ആകെ മാറ്റിക്കളഞ്ഞു. അവൻ്റെ മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തുന്നതിന്, ഒരു പുനർചിന്തനം ചെയ്യുന്നതിനിടയാക്കി. ഈ ലോകത്തില് ഏറ്റവും വലിയ തസ്കരൻ, അനേകരുടെ ജീവിതം കുട്ടിച്ചോറാക്കിയ, അനേകരുടെ ജീവിതം തകർത്ത, അനേകരുടെ സമാധാനം തകർത്ത് കളഞ്ഞ ആ തസ്കരൻ ആ ക്രൂശിൽ കിടന്ന് കർത്താവുമായിട്ടുള്ള ബന്ധത്തില് അവൻ മാറ്റപ്പെടുകയാണ്. അവൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് അവൻ പറയുന്നത്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. കർത്താവ് അവന് വാഗ്ദാനം കൊടുത്തു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന്. എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് പറയുമ്പോൾ വേദനകളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, കഷ്ടതകളില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത ഒരു ലോകം ഞാൻ നിനക്ക് വിഭാവന ചെയ്തു തരുന്നു എന്ന് തസ്കരന് കർത്താവ് വാഗ്ദത്തം കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ശാന്തിയും സമാധാനവും സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. കർത്താവുമായിട്ടുള്ള ബന്ധം ഒരുവനെ പരിശുദ്ധനാക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഭാഗവതത്തില് ഒരു കഥയുണ്ട്, കാളിയമർദ്ദനം. ആ ഭാഗത്ത് അതിൻ്റെ 10ാം ഭാഗമാണ്. അവിടെ നോക്കുമ്പോൾ കാളീയമർദ്ദനം നടക്കുന്ന ഒരു കഥയാണ്. ഈ കാളീയമർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് കാളീയനെന്ന ഉഗ്രസർപ്പത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിഷം പുറത്തേക്ക് ചീറ്റി അത് വിഷം ഛർദ്ദിച്ചു. ആ വിഷത്തിൻ്റെ ജ്വാലകളേറ്റ്, ആ വിഷത്തിൻ്റെ പ്രഭാവം കൊണ്ട് ചുറ്റുപാടുമുള്ള സകല വൃക്ഷങ്ങളും കരിഞ്ഞുപോയി. ആകാശത്തിലൂടെ പറന്നുപോയ പറവകൾ ചിറകുകൾ കരിഞ്ഞ്, തൂവലുകൾ കരിഞ്ഞത് നിലത്തു വീണു. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന കാടമ്പ വൃക്ഷത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് കാടമ്പ വൃക്ഷം കരിയാതിരുന്നത്? അതിനെ സംരക്ഷിച്ചത് എന്താ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ 10ാമത്തെ ഖണ്ഡത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഗരുഡൻ തൻ്റെ മാതാവായ വിനീതയുടെ ദാസ്യവേല അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവലോകത്തു നിന്ന് അമൃതകുംഭവുമായിട്ട് വരികയാണ്. ആ യാത്രയിൽ ചിറക് തിളർന്ന ഗരുഡൻ ഈ കാടമ്പ വൃക്ഷത്തിൽ ഇരിക്കുകയും അമൃതകുംഭം തുളുമ്പി ഒരൽപ്പം അമൃതത്തിൽ വീഴുകയും ചെയ്തു. ആ അമൃതത്തിൽ സ്പർശിച്ചതുകൊണ്ട്, അതിൽ വീണതുകൊണ്ടാണ് ആ കാടമ്പ വൃക്ഷം നശിക്കാതിരുന്നത്. എന്നതുപോലെ സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ വേലിയേറ്റത്തില്, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയില് നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്ന് നിൽക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളില്ല, പ്രശ്നങ്ങളില്ല, വേദനകളില്ല, യാതനകളില്ല, കഷ്ടതകളില്ല, കഷ്ടപ്പാടുകളില്ല, അകൽച്ചയില്ല, നിന്നയില്ല, പിണക്കമില്ല. എവിടെയും കർത്താവുമായുള്ള ബന്ധത്തിൽ സ്നേഹം മാത്രമേ കാണുകയുള്ളൂ. എന്താണ് ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് കാണാൻ കഴിയും ഭൗതികതയുടെയും അതുപോലെ തന്നെ ലൗകികതയുടെയും തിന്മകൾ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതാണ്. ഈ പറയുന്ന ഭൗതികതയും ലൗകികതയും ചീത്തയാണെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാത്തിലും നന്മയും തിന്മയുമുണ്ട്. ഭൗതികതയിലും ലൗകികതയിലും ഉള്ള തിന്മകൾ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതും അതിൻ്റെ വിഷജ്വാലകളാണ് ഇന്നത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഈ സമൂഹത്തിൻ്റെ മുഖമുദ്രയ്ക്ക് കാരണം. ഇതാണ്. ഇത് ജീവിതത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ സഹോദരങ്ങളെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സംസർഗത്തിൽ ചേർന്ന് നിൽക്കുക. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വചനഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്കും മതി, എൻ്റെ കൃപ നിനക്കും മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ ശക്തി
നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോ, നീ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ, അവനിൽ സമർപ്പിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ, നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവശക്തി, ദൈവീക കൃപ നിന്നിൽ തികഞ്ഞു വരും. നിന്റെ പ്രതിസന്ധികളെ നിനക്ക് അതിജീവിക്കുന്നതിന് പ്രാപ്തമാകും കഴിയും. ഇത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാം വചനഭാഗത്ത് നമുക്ക് വായിക്കാമല്ലോ. അബ്രഹാം പിതാവ് തൻ്റെ ഏക മകനെ ബലി കഴിക്കുന്നതിന് കൊണ്ടുപോവുകയാണ്. ഈ അവസരത്തില് മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ തീയും വിറകുമുണ്ട്, ഈ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ പിതാവ്, അബ്രഹാം പിതാവ് തൻ്റെ മകനോട് പറയുക, ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളുമെന്ന് ഈ മകനെ ആശ്വസിപ്പിക്കുന്നത് കാണാം. സഹോദരങ്ങളെ, ആ പിതാവിന്റെ അവസ്ഥയും നീ ആലോചിച്ചു നോക്കേ. സ്വന്തം കുഞ്ഞിനെ ബലി കഴിക്കാൻ കൊണ്ടുപോവുക. താലോലമാടിയ കൈകൾ കൊണ്ടോമലി താതനു വേണ്ടി ബലി കൊടുപ്പാൻ, ഓരോരോ കാതവും പിന്നിടുമ്പോഴും താതന്റെ നൊമ്പരം ആരറിയാൻ, താതന്റെ നൊമ്പരം ആരറിയാൻ. എന്നാൽ അബ്രഹാം പിതാവിന് തൻ്റെ ജീവിതത്തില് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തില്, ദൈവവുമായിട്ടുള്ള ആ കൂടിച്ചേരല് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ദൈവം കരുതുമെന്ന്. അങ്ങനെ അബ്രഹാം പിതാവിനായി ഒരാട്ടുകൊറ്റനെ കരുതുകയും അബ്രഹാം പിതാവ് മകന് പകരമായി ബലിയർപ്പിച്ച് ആ യാഗം പൂർത്തിയാക്കുന്ന അത് നമുക്ക് കാണുവാൻ കഴിയും. സഹോദരങ്ങളെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തില്, ദൈവവുമായുള്ള കൂടിച്ചേരല് അബ്രഹാം പിതാവ് ജീവിതത്തില് ഏറെ സന്തോഷം അനുഭവിച്ചു, ഏറെ സമാധാനം കൈവരിച്ചു. അതുകൊണ്ട് അബ്രഹാം പിതാവ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽപ്പീൻ. നിന്റെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോ, ജീവിതം തകർന്നു എന്ന് തോന്നുമ്പോ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിങ്കലേക്ക് നോക്കുവിൻ, അവങ്കലേക്ക് നോക്കിയാ മതി. സഹോദരങ്ങളെ, നിന്റെ വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നാല് പരീക്ഷയെ അതിലംഘിക്കുന്ന പ്രതിഫലം നിനക്ക് കിട്ടുമെന്ന് പറയുവാൻ കാരണം ശുദ്ധോളമത്തായുടെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വചനഭാഗം പറയുന്നത്. അവിടെ ഇപ്രകാരം കാണുന്നു, അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിന്റെ നൽവരങ്ങളെ പറ്റിയാ പറയുന്നത്. 39 പറഞ്ഞു. എന്നാല് 38 പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് പറഞ്ഞു. അതാർക്കും മനസ്സിലായില്ല. വീണ്ടും 39-ാം വാക്യത്തിൽ പറഞ്ഞു, അതവൻ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആ നദികളെ പറ്റിയാന്ന് പറഞ്ഞു. ആ നദികളേത്? ജീവജലത്തിന്റെ നദികളേത്? അതറിയണമെങ്കിൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വചനഭാഗത്ത് പോകണം. അവിടെ പറയുകയാ, ആ നദികള് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, സൗമ്യത, ദയ, ഇന്ദ്രിയ ജയം. സഹോദരങ്ങളെ, ഇതൊക്കെ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവുമായിട്ടുള്ള ബന്ധത്തില് ഒരാൾക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിന്റെ നൽവരങ്ങളായത്. ഒരുവന്റെ ജീവിതത്തില് ഈ ആത്മീയ നൽവരങ്ങൾ കൂടുവെള്ളുകെങ്കിൽ പിന്നെ പ്രതിസന്ധികളില്ല, പിന്നെ പ്രശ്നങ്ങളില്ല. ഈ ലോകത്തിലെ ഒരു മ്ലേച്ഛതയും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, 1 പത്രോസ് 5:7 വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അവനിൽ സമർപ്പിച്ചു കൊള്ളുക. അവൻ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. ശാന്തചിത്തരായിരിക്കുക. ശാന്തി നഷ്ടപ്പെടുമ്പോൾ, സമാധാനം നഷ്ടപ്പെടുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ദൈവവുമായി ചേർന്നു നിൽപ്പീൻ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു
നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ അലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ, ആണിപ്പാടുള്ളൊര കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, വിശ്വാസത്തിൽ ഉറച്ച് നിൽപ്പി. എന്നാൽ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വചനഭാഗത്ത് ഇപ്രകാരം നമുക്ക് വായിക്കാം: അല്ലയോ പ്രഭോ, ഹൃദയം തകർന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ഏലി പുരോഹിതനോട് ഹന്ന പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ഹന്നയുടെ ജീവിതത്തില് മക്കളില്ല. അവൾ ഏറെ ദുഃഖത്തിലാണ്, അവൾ ഏറെ നിരാശയിലാണ്, പ്രതിസന്ധിയിലാണ്. ഈ അവസ്ഥയില് അനേക സമയങ്ങളില്, അനേക ദിവസങ്ങളില്, അനേക പ്രാവശ്യം ദൈവസന്നദ്ധിയിൽ അവൾ ഹൃദയം പകർന്നു പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ദൈവസന്നദ്ധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഹന്ന ലഹരിയിലാണെന്ന് പുരോഹിതൻ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അവളോട് പുരോഹിതൻ പറയുക, മകളെ, ഈ ലഹരി നീ അവസാനിപ്പിക്കുക. അപ്പോൾ അവൾ പറയുന്ന വാക്കുകളാണ്: അല്ലയോ പ്രഭോ, ഹൃദയം തകർന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നദ്ധിയിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, ഹന്ന ഒരു പുത്രനു വേണ്ടി ഭയപ്പെടാതെ ഉറച്ചു നിന്ന് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽപ്പീൻ എന്ന് ചോദിക്കും. പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നാല് ഈ ലോകത്തിലുള്ള ഈ പ്രതിസന്ധികളെല്ലാം മാറുമെന്ന് ചോദിക്കും. സഹോദരങ്ങളെ, പ്രാർത്ഥന പ്രതീക്ഷയെ അതിലംഘിക്കുന്ന പ്രതിഫലം തരും. കാരണം നമ്മൾക്ക് നിരാശയും, നമ്മൾക്ക് വിദ്വേഷവും, നമ്മൾക്ക് പകയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മളുടെ ശരീരത്തിലെ അനേക ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഫലമാണ്. അങ്ങനെ ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന അനേകം അസ്വസ്ഥതകൾക്ക് മരുന്നില്ല. അതിനുള്ള ഏക ധ്യാനം, അതല്ലെങ്കിൽ യോഗ, ഇതൊക്കെയാണ്. സഹോദരങ്ങൾ, ഇവിടെ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത് നമ്മുടെ അസ്വസ്ഥമായിരിക്കുന്ന മനസ്സിനെ ദൈവസന്നദ്ധിയിലേക്ക് മാറ്റിപ്പതിക്കുകയാണ്. മനസ്സേത് അസ്വസ്ഥമായ അവസ്ഥയിലാണോ, അത് നിരാശയിലാണോ, പകയിലാണോ, വിദ്വേഷത്തിലാണോ, അസ്വസ്ഥതയിലാണോ, ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് ദൈവസന്നദ്ധി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നാം മനസ്സ് മാറ്റിപ്പതിക്കും. അപ്പോൾ ഈ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ തലച്ചോറിൽ നിന്ന് അനേകം വൈദ്യുതി തരംഗങ്ങൾ പ്രവഹിക്കുന്നുണ്ട്. ആ തരംഗങ്ങളുടെ പരിണിത ഫലമായി ഹോർമോണുകൾ വീണ്ടും അത് ഇരട്ടിയാവുകയും അത് വർദ്ധിപ്പിക്കുകയും അതിൻ്റെ അളവ് കൂടുകയും നമ്മളുടെ മാനസികാവസ്ഥ ഇങ്ങനെ കൂട്ടുകയുള്ളൂ. എന്നാൽ നാം നമ്മുടെ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ ദൈവസന്നദ്ധിയിലേക്ക് നമ്മുടെ മനസ്സ് മാറ്റിപ്പതിക്കുമ്പോൾ ഈ വൈദ്യുതി തരംഗങ്ങളുടെ പ്രവാഹം കുറയുകയും മനസ്സ് ശാന്തമാവുകയും ഹോർമോണുകളുടെ അളവ് താഴുകയും സഹോദരങ്ങളെ മനസ്സ് ശാന്തമാവുകയും ചെയ്യും. ശാന്തമായ മനസ്സ് സ്വതന്ത്രമായി ചിന്തിക്കും, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നീ ഉറച്ച് നിൽപ്പീൻ. മനോഹയുടെ പ്രാർത്ഥനയിൽ അവൾ മനോവേദനയോടെ പ്രാർത്ഥിച്ചു, അവൾ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു, പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, പൂർണ്ണമായും സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. പൂർണ്ണമായും സമർപ്പിക്കുമ്പോഴേ നമ്മുടെ മനസ്സിനെ മാറ്റിപ്പതിക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, റോമാലേഖനം 12:12 ഞെരുക്കങ്ങൾ സഹിപ്പീൻ, എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. പ്രാർത്ഥനയിലൂടെ അനേകം അസ്വസ്ഥതകള്,
മാന്തരിക സൗഖ്യമില്ലായ്മയിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് സമാധാനം നേടുന്നതിനും രക്ഷപ്പെടുന്നതിനും കഴിയും. അതിന് കരുണാമയങ്കിലേക്ക് നോക്കി അവനുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽപ്പീൻ. ഒന്നു തളർന്നാലവനെൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശക്തി പകരും, എൻ്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭയപ്പെടേണ്ട, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽപ്പീൻ. വീണ്ടും ഉൽപ്പത്തി 21-ാം 17-ാം ഒരു സ്ത്രീയുടെ നിലവിളി, ഹാഗാറിന്റെ നിലവിളി. അവിടെ ഹാഗാറിനോട് ദൈവം പറയുന്നുണ്ട്, ഹാഗാറേ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. അവന്റെ നിലവിളി ദൈവസന്നിധിയിൽ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ ഒരു വലിയ ജനതയാക്കും. മരുഭൂമിയിൽ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ, മരുഭൂമിയിൽ ഹാഗാറും കുഞ്ഞും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ദൈവസന്നിധിയിൽ കരയുകയാണ്. ദൈവത്തിൽ അവർ പ്രത്യാശ വയ്ക്കുകയാണ്. ആ പ്രത്യാശയോടെയുള്ള നിലവിളിയിൽ അതിനുത്തരമുണ്ടായി. ഹാഗാറേ, നീ ഭയപ്പെടേണ്ട. നിന്റെ നിലവിളി, നിന്റെ കുഞ്ഞിന്റെ നിലവിളി ദൈവസന്നിധിയിൽ കേട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവത്തിൽ പ്രത്യാശ വച്ചപ്പോൾ ഹാഗാറിനുണ്ടായ അനുഭവമാണ്. മരുഭൂമിയിൽ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ താങ്ങും തണലുമായ ദൈവം അവൾക്ക് പ്രത്യാശ കൊടുത്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യാശയിൽ ഉറച്ചു നിൽപ്പീൻ. ദൈവവുമായിട്ട് ബന്ധത്തിൽ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുകയും. ആമോസ് 5:6 ജീവനോടിരിപ്പാൻ ദൈവത്തെ നേടുക, ജീവനോടിരിപ്പാൻ നീ ദൈവത്തെ തേടുക. സന്തോഷത്തോടെ തന്ന ജീവിതം സന്താപമാക്കരുതേശുവേ. സന്തോഷത്തോടെന്നും വാഴുവാൻ സ്നേഹമായി എന്നിൽ നീ വാഴുക. എൻ്റെ ദൈവമേ, സ്നേഹമായിട്ട് എന്നിൽ വാഴണമേ എന്ന് സഹോദരങ്ങളെ പ്രാർത്ഥിക്കും. അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രത്യാശയിൽ നീ ഉറച്ചു നിൽപ്പീൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പീൻ, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽപ്പീൻ, പ്രത്യാശയിൽ ഉറച്ചു നിൽപ്പീൻ. സഹോദരങ്ങളെ, യോബിന്റെ പുസ്തകം 1-2 1-ാം അധ്യായം 2-ാം വചനഭാഗം നമ്മൾ ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഭവിച്ചിട്ടും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിൽ കുറ്റമാരോപിക്കുകയോ ചെയ്തില്ല. യോബിന്റെ ജീവിതത്തിൽ സാത്താന്റെ പരീക്ഷണ ഫലമായിട്ട് സകലതും നഷ്ടപ്പെട്ടു. സകല സമ്പത്തും ഭാര്യയും മക്കളും സകലതും യോബിന് നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും യോബ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ദൈവത്തെ തള്ളിപ്പറയുകയോ ചെയ്തില്ല. അവൻ ജീവിതത്തിൽ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നു, ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, 2 കൊരിന്ത്യർ 4:17 നിസാരും ക്ഷണികവുമായ ഞെരുക്കങ്ങൾ അതുല്യമായ നിത്യമഹത്വം ഒരുക്കുന്നു എന്ന വിശ്വാസം ഇയ്യോബിന് നയിച്ചു. അതാ ഇയ്യോബ് പറഞ്ഞത്, വന്നപ്പോഴൊന്നും കൊണ്ടുവന്നില്ലല്ലോ, പോകുമ്പോഴൊന്നും കൊണ്ടുപോണില്ലല്ലോ, എങ്ങനെ വന്നിവ നെന്ന പോലിന്നു ഞാൻ ലോകത്തിൽ നിന്നോ പിരിഞ്ഞു പോണു,
ഞാൻ ഈ ഭൂമിയിലേക്കൊന്നും കൊണ്ടുവന്നില്ല, ഞാൻ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല. എങ്ങനെ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു, അതുപോലെ തന്നെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകും. യോബിൻ്റെ ആ ദൈവഭക്തിയിൽ ദൈവം 60ഉം 100ഉം മേനിയായി ഇരട്ടിയായി അവനെ തിരിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവഭക്തിയിൽ ഉറച്ചു നിൽപ്പീൻ. സഹോദരങ്ങളെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിനക്ക് ശാശ്വതമായ സന്ധിയും സമാധാനവും ലഭിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 51:10 ദാവീദ് രാജാവ് പറയുന്നത്, ദൈവമേ വെടിപ്പുള്ള ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന്. എൻ്റെ ദൈവമേ വെടിപ്പുള്ള ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു മനുഷ്യനെ പൂർണ്ണനാക്കും, ഒരു മനുഷ്യനെ പരിശുദ്ധനാക്കും. ആ പൂർണ്ണത മനുഷ്യന് ശാശ്വതമായ ശാന്തിയും സമാധാനവും നൽകും. ഇന്നത്തെ ഈ ലോകത്തിലെ പ്രതിസന്ധികളെ, ഈ മ്ലേച്ഛതകളെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി ജീവിതം തകർക്കുന്ന അരുതായ്മകളെ നിന്ന് രക്ഷ നേടുന്നതിന് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പീൻ, പ്രത്യാശയിൽ ഉറച്ചു നിൽപ്പീൻ, ദൈവഭക്തിയിൽ ഉറച്ചു നിൽപ്പീൻ, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽപ്പീൻ. അതിനായി സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 2:12 പറയുന്നത് പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി പ്രവർത്തിപ്പീൻ. സ്നേഹം, സത്യം, ദയ, വിനയം, കരുണ, പരോപകാരം, ഇന്ദ്രിയജയം, ദീർഘക്ഷമ, സ്നേഹം ഇതെല്ലാം ഈ ആത്മാവിനെ ജീവിതത്തിൽ നിലനിർത്തുന്നതിന്, ഈ നല്ല ആഹാരങ്ങൾ ജീവിതത്തിൽ നിലനിർത്തുന്നതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് എനിക്കും നിനക്കും, നമ്മുടെ കുടുംബത്തിനും, വ്യക്തി ജീവിതത്തിനും, ദാമ്പത്യ ജീവിതത്തിനും, നമ്മളുടെ ഈ ലോക ജീവിതത്തിലും പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സഹോദരങ്ങളെ ഭയപ്പെടേണ്ട, ദൈവഭക്തിയിൽ ഉറച്ചു നിൽപ്പീൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ച് നിൽപ്പീൻ. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. ഈ സമയം വരെയും ഈ വചനം ശുശ്രൂഷ നടത്തുന്നതിന് അവസരം തന്ന സിസ്റ്റേഴ്സിനും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നതോടൊപ്പം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കരുണാമയനും സ്നേഹസ്വരൂപനുമായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഇത്ര നേരം എഴുന്നേറ്റ് നിൽക്കുന്നതിനും അവിടുത്തെ കേൾക്കുന്നതിനും കരുണാകടാക്ഷം ചൊരിഞ്ഞാൻ അവിടുന്ന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. ഈ ലോക വ്യാപാരത്തിൻ്റെ പരിണിത ഫലമായി അനേകം മ്ലേച്ഛതകൾ ഈ ലോകത്തിൽ ആഞ്ഞടിക്കുമ്പോൾ കാരുണ്യവാനെ അവിടുന്ന് ജീവിതമാകുന്ന നൈകയിൽ അതിൻ്റെ അമരത്തിരുന്ന് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, കഷ്ടതകൾ, നിരാശകൾ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിൽ നിന്നും കരുണാഞ്ഞനെ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങൾ വിട്ടുപോന്നിട്ടുള്ള ഞങ്ങളെ ഭവനങ്ങളെ അവിടുന്ന് എടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ, മാതാപിതാക്കന്മാർ, ഭാര്യമാർ, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ സകലരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. അവിടുത്തെ കരുണാകടാക്ഷം അവർ ചൊരിയണമേ. കാരുണ്യവാനെ അവരുടെ പ്രത്യാശ വെച്ച് അവിടുന്ന് ചേർന്ന് നിൽക്കുവാൻ അവിടുത്തെ കരുണാകടാക്ഷം ഞങ്ങൾ മേ ചൊരിയണമേ. ഈ ധ്യാന കേന്ദ്രത്തെ, ഇതിൻ്റെ കോർഡിനേറ്റർ എസ്തീന സിസ്റ്റേഴ്സിനെ, ഇതിനെ റെക്കോർഡ് ചെയ്യുന്ന സഹോദരനെ, ഈ ധ്യാന മന്ദിരത്തിലെ സകല സിസ്റ്റേഴ്സിനെ എല്ലാവരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയം ഞങ്ങൾക്കായി വിട്ടു തന്ന സഹോദരൻ്റെയും കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. കരുണാമയനെ, കാരുണ്യവാനെ, കരുണാകടാക്ഷം ഈ പാവിലെ ചൊരിയണമേ. കരുണയും കൃപയും പാവികൾക്ക് അയച്ചു തന്ന മഹത്വം അവിടെ നിന്ന് എടുക്കണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.